1912 ഏകദേശം 1500 യാത്രക്കാരുടെ മരണത്തിന് കാരണമായ RMS ടൈറ്റാനിക് കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചുണ്ടായ ദുരന്തത്തെ അടിസ്ഥാനമാക്കിയെടുത്ത ടൈറ്റാനിക് എന്ന എവർഗ്രീൻ റൊമാൻറ്റിക് സിനിമയുടെ പിന്നാമ്പുറ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത്. ചിത്രത്തിൻ്റെ സംവിധായകൻ ജെയിംസ് കാമറൂൺ ഒരു ദിവസം 1958 എ നൈറ്റ് ടു റിമെമ്പർ എന്ന ചിത്രം കാണാനിടയായി. ആ ചിത്രം കണ്ടതിന് ശേഷമാണ് ടൈറ്റാനിക് എന്ന ചിത്രം എടുക്കണമെന്ന ആശയം ഉള്ളിലുദിച്ചത്. ആ ചിത്രത്തിലും ടൈറ്റാനിക് കപ്പൽ മുങ്ങുന്ന കഥ തന്നെയാണ് ഇതിവൃത്തം. എന്നാൽ ആ ചിത്രത്തിനേക്കാളും മികച്ചതായി ടൈറ്റാനിക് കപ്പൽ കടലിൽ മുങ്ങുന്നത് ചിത്രീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഈ ഒരു ചിത്രത്തിനായി 5 വർഷത്തോളം അദ്ദേഹം റിസർച്ച് നടത്തി. പിന്നീട് 20th സെഞ്ച്വറി ഫോക്സ് പ്രൊഡ്യൂസറിനെ കണ്ട് ടൈറ്റാനിക് കപ്പലിൽ റോമിയോ ജൂലിയറ്റ് പോലെ ഒരു പ്രണയ ജോഡി കൂടെ ഉണ്ടായിരുന്നാൽ എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചു. ചിത്രം ഒരു റൊമാൻറ്റിക് മൂവിയാണെന്ന് അറിഞ്ഞതും നിർമ്മാതാക്കൾ ചിത്രം നിർമ്മിക്കാൻ സമ്മതിച്ചു. ജെയിംസ് കാമറൂൺ എന്ന വ്യക്തിയിലെ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ ചിത്രത്തിന് ഓക്കെ പറഞ്ഞത്. ചിത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി യഥാർത്ഥത്തിലുള്ള ടൈറ്റാനിക് കപ്പലിൻ്റെ രൂപഘടന മനസ്സിലാക്കാൻ കടലിൻ്റെ ആഴങ്ങളിലേക്ക് തനിക്ക് പോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 1995 12 തവണ കടലിൻ്റെ അടിത്തട്ടിൽ പോയി അദ്ദേഹം RMS ടൈറ്റാനിക്കിനെ നേരിൽ കണ്ട് റിസർച്ച് ചെയ്തു. അത് ക്യാമറയിലും പകർത്തി. 6000 പൗണ്ട് പ്രഷറുള്ള കടലിൻ്റെ അടിത്തട്ടിലേക്കാണ് അദ്ദേഹം ചെന്നത്. സെക്കൻഡിൻ്റെ ഒരംശം മതി ആ അന്തർവാഹിനി പൊട്ടിത്തെറിക്കാൻ. അത് അറിഞ്ഞുകൊണ്ട് തന്നെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായി. അങ്ങനെ ടൈറ്റാനിക്കിനെ നേരിൽ കണ്ടുവന്നതിന് ശേഷമാണ് അദ്ദേഹം ടൈറ്റാനിക്കിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിയത്. പിന്നീട് ടൈറ്റാനിക് കപ്പലിൽ യാത്ര ചെയ്തവരെയും കപ്പലിലെ മറ്റ് ജോലിക്കാരെയും നാവികരെയും പറ്റി കൂടുതൽ അറിയാൻ 6 മാസത്തോളം വീണ്ടും റിസർച്ച് നടത്തി. അവരുടെയെല്ലാം വിവരങ്ങൾ ശേഖരിച്ചു. ആ റിസർച്ചിന് ശേഷം ദുരന്തത്തിന് ചില ദിവസങ്ങൾ മുമ്പുണ്ടായ സംഭവങ്ങളെപ്പറ്റിയും മഞ്ഞുമലയിൽ കപ്പലിടിച്ച രാത്രിയെപ്പറ്റിയും വിശദമായൊരു ടൈം ലൈൻ ഉണ്ടാക്കി കാമറൂൺ. തൻ്റെ സ്ക്രിപ്റ്റിൽ പാകപ്പിഴയുണ്ടോ എന്ന് പല വിദഗ്ധരുമായി കൂടിയാലോചിച്ചു. സ്ക്രിപ്റ്റിൽ പരമാവധി സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. അത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ടൈറ്റാനിക് എന്ന ചിത്രം എടുക്കേണ്ടത് തനിക്കൊരു ടൈം മെഷീൻ ലഭിച്ചാൽ അതുമായി 1912 ആ ദുരന്ത സ്ഥലത്ത് താൻ ഉണ്ടായിരുന്നാൽ എങ്ങനെയായിരിക്കും തൻ്റെ അനുഭവം, അത് അതേപോലെ സിനിമയാക്കണം എന്നതാണ്. ആ അനുഭവം സിനിമ കാണുന്ന തൻ്റെ പ്രേക്ഷകർക്കും ലഭിക്കണം. ആ ദുരന്തമുഖത്ത് അവർ ഉള്ളതായി പ്രേക്ഷകർക്ക് ഫീലാകണം. സിനിമയിലെ ജാക്കിൻ്റെയും റോസിൻ്റെയും റൊമാൻറ്റിക് രംഗങ്ങൾ ആളുകളെ സിനിമയുമായി കൂടുതൽ എൻഗേജിംഗ് ആക്കും എന്ന കാര്യത്തിൽ കാമറൂണ് സംശയമുണ്ടായിരുന്നില്ല. ഒന്നിക്കാൻ കഴിയാതിരുന്ന ആ പ്രണയം അത് പ്രേക്ഷകനിൽ ആഴത്തിൽ പതിയുമെന്നത് കാമറൂണിന് അറിയാമായിരുന്നു. ഇങ്ങനെയാണ് ടൈറ്റാനിക് എന്ന ചിത്രത്തിൻ്റെ കഥ രൂപം കൊണ്ടത്. ഇനി അടുത്ത വീഡിയോയിൽ ടൈറ്റാനിക്കിൻ്റെ ടെക്നിക്കൽ വശത്തെക്കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി ഉടനെ എത്താം. അതുവരേക്കും ബൈ.